ഇന്ന് സെപ്റ്റംബർ 30 മലയാളം ഡബ്ബഡ് സിനിമകളുടെ OTT അപ്ഡേറ്റുകൾ. ദേവര, കൊണ്ടൽ, ആലിയൻ റോമുലസ്, പുതിയ കൃതി സനൻ, കാജോൾ സിനിമയുടെ OTT അപ്ഡേറ്റ്. ഈ ആഴ്ച വരുന്ന സിനിമാ സീരീസുകളുടെ OTT അപ്ഡേറ്റുകളും എല്ലാമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് മലയാളം ഭാഷയിൽ ലഭ്യമാകാൻ പോകുന്ന ഒരു ഹോളിവുഡ് സീരീസാണ് ക്രോസ്. ഡിറ്റക്റ്റീവ്, ആക്ഷൻ, ക്രൈം, മിസ്റ്ററി, ത്രില്ലർ, ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഈ സീരീസിന്റെ എല്ലാ 8 എപ്പിസോഡുകളും നവംബർ 14 ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആന്റണി, പ്രയാഗ മാർട്ടിൻ, രഞ്ജി പണിക്കർ, അൽതാഫ് സലീമൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ പരാജയപ്പെട്ട ഡ്രാമാറ്റിക് മലയാളം സിനിമയാണ് ബുള്ളറ്റ് ഡയറീസ്. സിനിമയുടെ ഒഫീഷ്യൽ കമ്മിങ് സൂൺ OTT പോസ്റ്റർ സൈന പ്ലേ പുറത്തുവിട്ടിട്ടുണ്ട്. സിനിമ ഒക്ടോബർ 4 അല്ലെങ്കിൽ ഒക്ടോബർ 11 സൈന പ്ലേയിലൂടെ OTT റിലീസ് ചെയ്തേക്കുന്നതാണ്. മീന, ശ്രീകാന്ത്, മനോജ് കെ ജയൻ, റോഷൻ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന ആവറേജ് അഭിപ്രായം നേടിയ ക്യാമ്പസ് ഫാമിലി ഡ്രാമ മലയാളം സിനിമയാണ് ആനന്ദപുരം ഡയറീസ്. സിനിമ ഒക്ടോബർ 4 മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യും. സിനിമയുടെ ഒഫീഷ്യൽ OTT പോസ്റ്ററും ഒഫീഷ്യൽ OTT ട്രെയിലറും മനോരമ മാക്സ് ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും പുറത്തുവിട്ട് തുടങ്ങിയിട്ടുണ്ട്. മറാത്തി ക്രൈം ത്രില്ലർ സീരീസാണ് മൻവാത്ത് മർഡേഴ്സ്. സീരീസ് ഒക്ടോബർ 4 സോണി ലിവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. അടുത്തത് യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത 3 മലയാളം ഡബ്ബഡ് സിനിമകളുടെ അപ്ഡേറ്റ് ആണ്. 2020 റിലീസ് ചെയ്ത ചൈനീസ് ആക്ഷൻ അഡ്വഞ്ചർ മിസ്റ്ററി സിനിമയാണ് ദ ബുക്ക് ഓഫ് മിത്തിക്കൽ ബീസ്റ്റ്. സിനിമയുടെ മലയാളം പതിപ്പ് IOF മലയാളം എന്ന ചാനലിൽ ലഭ്യമാണ്. രാധാകൃഷ്ണ എന്ന തമിഴ് ഡ്രാമ സിനിമയ്ക്ക് മലയാളത്തിൽ ഇട്ടിരിക്കുന്ന പേരാണ് ആനയും അവാനും. സിനിമയുടെ മലയാളം പതിപ്പ് നെറ്റ്ഫ്ലിക്സ് മൂവീസ് എന്ന മലയാളം ചാനലിൽ ലഭ്യമാണ്. സൈക്കോ മാക്സ് എന്ന കന്നഡ ആക്ഷൻ ഡ്രാമ സിനിമയുടെ മലയാളം പതിപ്പ് അൾട്രാ മലയാളം എന്ന ചാനലിൽ ഇപ്പം മുതൽ ലഭ്യമാണ്. ഈ ഓണത്തിന് തിയേറ്ററിൽ റിലീസ് ചെയ്ത ആന്റണി വർഗീസ്, ഷബീർ കല്ലറക്കൽ, രാജ്വി ഷെട്ടി എന്നിവരൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന അത്യാവശ്യം നല്ല അഭിപ്രായങ്ങൾ നേടിയെങ്കിലും തിയേറ്ററിൽ പരാജയപ്പെട്ട ആക്ഷൻ ക്രൈം ഡ്രാമ മലയാളം സിനിമയാണ് കൊണ്ടൽ. നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ സ്വന്തമാക്കിയിട്ടുള്ളതാണ്. സിനിമ ഒക്ടോബർ 10 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള താൽക്കാലികപരമായ അൺഒഫീഷ്യൽ OTT അപ്ഡേറ്റ്. റിപ്പോർട്ട് അൺഒഫീഷ്യൽ ആയതുകൊണ്ട് OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്. ജൂനിയർ NTRും സൈഫ് അലി ഖാനും ജാൻവി കപൂറും ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന മാസ് ആക്ഷൻ ത്രില്ലർ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് ദേവര. നിലവിൽ 200 കോടിക്ക് മേലെ കളക്ഷൻ നേടിയിട്ടുള്ള കൊരട്ടല ശിവ സംവിധാനം ചെയ്ത മിക്സഡ് അഭിപ്രായം നേടിയ ഈ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ തിയേറ്റർ റിലീസിന് ശേഷം 50 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ OTT റിലീസ് ചെയ്യുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ 27 തിയേറ്ററിൽ റിലീസ് ചെയ്ത ഈ സിനിമയുടെ OTT റിലീസ് നവംബർ അവസാനത്തോടു കൂടിയായിരിക്കും ഉണ്ടാവുക. കൃതി സനനും കാജലും ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന ത്രില്ലർ മിസ്റ്ററി ഡ്രാമ ഹിന്ദി സിനിമയാണ് ഡു പാർട്ടി. നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ആയിട്ടെത്തുന്ന 2 മണിക്കൂർ 6 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ ഒക്ടോബർ 25 നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇന്ന് നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തത് നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ആയിട്ടെത്തുന്ന ഹിന്ദി സിനിമയാണ് CTRL. അനന്യ പാണ്ഡി കേന്ദ്ര കഥാപാത്രമെത്തുന്ന എക്സ്പെരിമെന്റൽ ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന 1 മണിക്കൂർ 39 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ വരുന്ന ഒക്ടോബർ 4 ഹിന്ദി ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും കൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും. ഹൈവേ ലവ് എന്ന റൊമാന്റിക് ഹിന്ദി സീരീസിന്റെ 2ാമത്തെ സീസൺ ഒക്ടോബർ 4 ആമസോൺ MS പ്ലേയിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ജിയോയിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ആയിട്ടുന്ന അമർ പ്രേം കി കഹാനി എന്ന ഹിന്ദി റൊമാന്റിക് ഡ്രാമ സിനിമ ഒക്ടോബർ 4 ജിയോ സിനിമാസിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. അനുപം കെയർ മികച്ച വേഷത്തിലെത്തുന്ന ഫാമിലി ഡ്രാമ ഹിന്ദി സിനിമയാണ് സിഗ്നേച്ചർ. ഈ സിനിമയും ഒക്ടോബർ 4 ZEE5ലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. കളേഴ്സ് ഓഫ് ലവ് എന്നൊരു ഹിന്ദി റൊമാന്റിക് ഡ്രാമ സിനിമയും ഒക്ടോബർ 4 ZEE5ലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. റൊമാന്റിക് കോമഡി തെലുങ്ക് സിനിമയാണ് അലനാട്ടി രാമചന്ദ്രഡു. സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിൽ കാണാവുന്നതാണ്. മേസി കില്ലിംഗ് എന്നൊരു ആക്ഷൻ ഡ്രാമ തെലുങ്ക് സിനിമയും ഇപ്പം മുതൽ ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തതും ഒരു തെലുങ്ക് സിനിമയാണ് ബലെ ഉന്നാതെ എന്ന റൊമാന്റിക് കോമഡി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഈ സിനിമ ഒക്ടോബർ 3 ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഫാമിലി കോമഡി തെലുങ്ക് സിനിമയാണ് 35. മലയാളത്തിൽ നിന്നും നിവേദ തോമസും കൂടെ അഭിനയിക്കുന്ന ഈ തെലുങ്ക് സിനിമ ഒക്ടോബർ 2 നാളെ രാത്രി 12 മണിക്ക് ശേഷം ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. അടുത്തത് ഹോളിവുഡ് സിനിമകളുടെ അപ്ഡേറ്റ് ആണ്. ഒന്നാമത്തത് ഒരുപാട് പേര് OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്ന കഴിഞ്ഞ മാസം ആഗസ്റ്റ് 23 തിയേറ്ററിൽ റിലീസ് ചെയ്ത് മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിച്ച ആക്ഷൻ ഹൊറർ സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് ആലിയൻ റോമുലസ്. $80 മില്യൺ ബഡ്ജറ്റ് വരുന്ന ഈ സിനിമ $342 മില്യൺ മേലെ കളക്ഷൻ നേടിയിട്ടുണ്ട്. സിനിമ ഒക്ടോബർ 15 ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ആമസോൺ പ്രൈമും പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 2ാമത്തെ സിനിമയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ. എങ്ങും മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിച്ച സൂപ്പർ ഹീറോ ഫാന്റസി ആക്ഷൻ അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ ഹോളിവുഡ് സിനിമ ഒക്ടോബർ 1 നാളെ രാവിലെ 9:30 അതിനു മുമ്പോ ആയിട്ട് തന്നെ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ആപ്പിൾ TVയിലും ഗൂഗിൾ പ്ലേയിലും കൂടെ സിനിമ ലഭ്യമാകുമെന്നും കൂടെ റിപ്പോർട്ടുണ്ട്. ശേഷം സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒക്ടോബർ മാസം അവസാനത്തോടു കൂടി ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറമെ ഈ
ഇന്ത്യൻ ഭാഷകളിലും കൂടെ ഇന്ത്യയിൽ OTT റിലീസ് ചെയ്യും. മലയാളം ഭാഷയിലും കൂടെ OTT റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഹോളിവുഡ് ഹൊറർ സിനിമയാണ് കേസ് ഓഫ് ദ നെക്ലേസ്. ഈ സിനിമയും നാളെ ഒക്ടോബർ 1-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഷെറാ പൗൾസൺ കേന്ദ്ര കഥാപാത്രമെത്തുന്ന ഹോളിവുഡ് ഹൊറർ ഡ്രാമ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് ഹോൾഡ് യുവർ ബ്രീത്ത്. സിനിമ ഒക്ടോബർ 3-ാം തീയതി ഹുളു, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഹോളിവുഡ് സൂപ്പർ നാച്ചുറൽ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സിനിമയാണ് ഹൗസ് ഓഫ് സ്പോയിൽസ്. സിനിമ വരുന്ന ഒക്ടോബർ 3-ാം തീയതി ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യും. അടുത്തതും ഹോളിവുഡ് സൈക്കോളജിക്കൽ ഹൊറർ സിനിമയാണ് ഇറ്റ്സ് വാട്ട്സ് ഇൻസൈഡ്. ഈ സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 4-ാം തീയതി OTT റിലീസ് ചെയ്യും. അടുത്തത് സ്പാനിഷ് ഭാഷയിൽ നിന്നും വളരെ ഫേമസ് ആയ ഒരു സിനിമയാണ് ദ പ്ലാറ്റ്ഫോം. ഈ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയുടെ രണ്ടാമത്തെ ഭാഗം നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 4-ാം തീയതി സ്പാനിഷ്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സതീഷ് ആക്ഷൻ അഡ്വഞ്ചർ കോമഡി ക്രൈം ത്രില്ലർ ഡ്രാമ സിനിമയാണ് ട്രബിള്. സിനിമ ഒക്ടോബർ 3-ാം തീയതി സതീഷ് തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും. നെറ്റ്ഫ്ലിക്സിന്റെ ബ്രിട്ടീഷ് കോമഡി ഡ്രാമ സീരീസ് ആണ് ഹെർട്ട് സ്റ്റോപ്പർ. സീരീസിന്റെ പുതിയ 3-ാമത്തെ സീസൺ ഒക്ടോബർ 3-ആം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ലഭ്യമാകുന്നതാണ്. HBO മാക്സിന്റെ പുതിയ ഹോളിവുഡ് സൂപ്പർ നാച്ചുറൽ ഹൊറർ മിസ്റ്ററി സിനിമയാണ് സെലം സ്ലോട്ട്. സിനിമ ഒക്ടോബർ 3-ആം തീയതി HBO മാക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സ്കോട്ട് അഡ്കിൻസും ആലിസ് ഈവും ചേർന്ന് അഭിനയിക്കുന്ന ടേക്ക് കവർ എന്ന ഹോളിവുഡ് ആക്ഷൻ സിനിമ ഒക്ടോബർ 4-ആം തീയതി ഓവർസീസിൽ VOD റിലീസ് ചെയ്യുന്നതാണ്. തിയേറ്ററിൽ വിജയിച്ച് മികച്ച അഭിപ്രായം നേടിയ പുതിയ ഹോളിവുഡ് ഹൊറർ ത്രില്ലർ സിനിമയാണ് സ്പീക്ക് നോ ഇവിൽ. 2022-ൽ ദാനിഷ് ഭാഷയിൽ റിലീസ് ചെയ്ത സ്പീക്ക് നോ ഇവിൽ എന്ന സിനിമയുടെ റീമേക്കും കൂടെയാണ് ഈ സിനിമ. ഒക്ടോബർ 1-ആം തീയതി സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ അമേരിക്കയിലും കാനഡയിലും OTT റിലീസ് ചെയ്യും. ജോൺ എന്ന ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെടുന്ന സോഫി ടേണർ നായികയാകുന്ന ഈ പുതിയ ഹോളിവുഡ് സീരീസിന്റെ എല്ലാ 6 എപ്പിസോഡുകളും ITV, സ്റ്റാൻ എന്നീ സർവീസുകളിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. 2021-ൽ റിലീസ് ചെയ്ത ചൈനീസ് ആക്ഷൻ അഡ്വഞ്ചർ ഫാമിലി ഡിസാസ്റ്റർ ത്രില്ലർ സിനിമയാണ് ക്ലൗഡി മൗണ്ടെയിൻ. സിനിമ ഒക്ടോബർ 3-ആം തീയതി ആമസോൺ പ്രൈമിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, ചൈനീസ് ഭാഷകളിൽ ഇന്ത്യയിലടക്കം OTT റിലീസ് ചെയ്യുന്നതാണ്. 2022-ൽ റിലീസ് ചെയ്ത എംപ്ലോയി ഓഫ് മന്ത് എന്ന ഫ്രഞ്ച് ക്രൈം കോമഡി സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഫ്രഞ്ച് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. റെന്റ് ഓപ്ഷനിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. 2018-ൽ റിലീസ് ചെയ്ത റൊമാന്റിക് കോമഡി ഡ്രാമ കൊറിയൻ സീരീസ് ആണ് വോക്ക് ഓഫ് ലവ്. സീരീസ് ഇപ്പോൾ മുതൽ ആമസോൺ പ്രൈമിൽ ആമസോൺ MX പ്ലെയറിലൂടെയും കൊറിയൻ ഭാഷയ്ക്ക് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലും കൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്.